അതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപാട് പ്രത്യാരോപണങ്ങളും ആരോപണങ്ങളും ഒക്കെ വരുന്നുണ്ട് സിനിമാ മേഖലയായിട്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ സിനിമാ മേഖല അത് എത്രത്തോളമാണ് ബാധിക്കുന്നത്? ഇപ്പൊ പുതിയ പ്രോജക്ട്സ് ഒക്കെ നിങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നേരിടുന്നത്? അല്ലല്ല, അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇത് ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാവുന്ന തന്നെ പഴയ സംഭവം, ആക്രമിക്കപ്പെട്ട സംഭവമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇങ്ങനൊരു കമ്മിറ്റി ഉണ്ടാക്കുന്നു. അപ്പൊ ഇത് വളരെ വളരെ കുറച്ച് വൈകിപ്പോയില്ലേ? സത്യം പറഞ്ഞാൽ എത്രയോ വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ കമ്മിറ്റി ഇതുപോലെ റിപ്പോർട്ട് വരുന്നതും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇത് പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓണത്തിന് സിനിമ ഇറങ്ങുന്ന അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി ഒന്നുമില്ല. ഞാൻ പറഞ്ഞ ഒന്ന് പ്രത്യേകിച്ച് പ്രതിസന്ധി ഉണ്ടായത് കാരണം സിദ്ദിഖിനെതിരെ ആരോപണം വരുന്നു, ബാബുവേട്ടനെതിരെ ആരോപണം വരുന്നു, അമ്മ സംഘടനയുടെ ഡിസോൾവ് ചെയ്യുന്നു. അപ്പൊ അത് മൊത്തത്തിൽ ഇൻഡസ്ട്രിക്ക് അപ്പുറം ആ സംഘടനയ്ക്കൊക്കെ വലിയ വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് വരുന്ന സിനിമകളും അല്ലെങ്കിൽ നടന്നുകൊണ്ടിരുന്ന ഷൂട്ടിനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രതിസന്ധി ഒന്നും ഇല്ല. പക്ഷെ മൊത്തത്തിൽ ഇതൊരു ചർച്ചയാവുകയും ആൾക്കാരുടെ ഇടയിലും ജനങ്ങളുടെ ഇടയിലും ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും ഒരു 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 എന്താ പറയണ്ടേ, ഒരു ചീത്തപ്പേരുണ്ടായിട്ടുണ്ടല്ലോ എന്തൊക്കെ പറഞ്ഞാൽ. അപ്പം സ്വാഭാവികമായിട്ടും ആ സംഘടന അടക്കം ഡിസോൾവ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സംഘടനയല്ല, ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉൾപ്പെടെ എല്ലാവരും അങ്ങനൊരു മോശം അവസ്ഥ വന്നല്ലോ. അപ്പം അതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഇതൊരു ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ സിനിമ എന്ന് പറയുമ്പോൾ എന്തൊരു ഭയങ്കര ഒരു മോശം, ഇത് എല്ലാവരെയാണ് ബാധിക്കുന്നത്. നമ്മൾ ഉൾപ്പെടെയുള്ള ഫ്രറ്റേണിറ്റിയിൽ എല്ലാവരെയും ബാധിക്കുകയാണ്. കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് പേര് കാരണം ഉണ്ടായിട്ടുള്ള ഒരു 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 ഇത് പല പല അലിഗേഷൻസ് നമ്മുടെ എൻ്റെ ഇൻഡസ്ട്രി. കാരണം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാൻ പിന്നീട് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ആൾക്കാർ നമ്മളോട് അടക്കം ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്കാരുടെ അടുത്ത് അടക്കം ആൾക്കാരുടെ അപ്രോച്ച് ആറ്റിറ്റ്യൂഡും ഭയങ്കര മോശമാണ്. ഇപ്പോൾ പുറത്ത് ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ കാണുന്ന വേറെന്തോ രീതിയിലാണ്. അപ്പോൾ അതൊക്കെ ആ രീതിയിൽ ഒരു 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 മങ്ങലേറ്റിട്ടുണ്ട് മൊത്തം സിനിമ ഇൻഡസ്ട്രിക്ക്. അല്ലാതെ വരുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ഇറങ്ങാൻ പോകുന്ന സിനിമകൾക്കോ അല്ലെങ്കിൽ ആൾക്കാർ അതിൻ്റെ പേരിൽ ആ സമയത്ത് ഈ റിപ്പോർട്ട് പ്രശ്നം നടക്കുന്നതിനിടയിലൂടെ ഇവിടെ 2 സിനിമകൾ സൂപ്പർ ഹിറ്റായിട്ട് ഓടി. ഒന്ന് വാഴയും തിയേറ്ററിൽ അപ്പോഴും അതൊന്നും കളക്ഷനെ ഒന്നും ബാധിച്ചിട്ടില്ല. വാഴ അപ്പോഴും വലിയ ജനത്തിരക്കോടുകൂടി തന്നെ ഓടി, നുണക്കുഴി ഓടി. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല സിനിമ ആൾക്കാർ തിയേറ്ററിലോട്ട് വരുന്നതോ അല്ലെങ്കിൽ പ്രേക്ഷകർ സിനിമയിൽ കാണാൻ വരുന്നതോ ഒന്നും നമ്മളിൽ ഇതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. പക്ഷെ മൊത്തത്തിൽ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ഈ സംഭവം. അത് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ ഈ റിപ്പോർട്ട് വരികയും, ഇപ്പോൾ കോടതി റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ, വരികയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു പുകമറ മാറി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആകുമ്പോഴേക്കെല്ലാം വരുന്നുള്ളതാണ് ഒരു വിശ്വാസം. കുറച്ചു കാലം എന്താണെങ്കിലും ഒരു 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 ഇതിൻ്റെ പുറകിൽ എല്ലാവരും ഉണ്ടല്ലോ. ഇതിൻ്റെ പുറകിൽ അന്വേഷണമായിട്ട് മീഡിയ പ്രത്യേകിച്ച് അതിൻ്റെ പുറകെയാണല്ലോ അന്വേഷിക്കാൻ.